പാർട്ടി മെമ്പർഷിപ്പ് പുതുക്കില്ല എന്ന് പരസ്യമായി പറഞ്ഞ ദേവികുളം മുൻ MLA എസ് രാജേന്ദ്രന്റെ വാതിലടയ്ക്കാതെ CPM തെറ്റിതിരുത്തി മടങ്ങിവരാൻ ഇനിയും സമയമുണ്ടെന്ന് CPM ജില്ലാ സെക്രട്ടറി CV വർഗീസ് പറഞ്ഞു. രാജേന്ദ്രനെ 1 വർഷത്തേക്കാണ് പാർട്ടി മെമ്പർഷിപ്പിൽ നിന്നും സസ്പെൻഡ് ചെയ്തത്. മെമ്പർഷിപ്പ് പുതുക്കണോ എന്നത് രാജേന്ദ്രൻ വ്യക്തിപരമായി എടുക്കേണ്ട തീരുമാനമാണെന്ന് CV വർഗീസ് പറയുന്നു. നടപടി സ്വീകരിക്കും. ആ നടപടിയുടെ ഘട്ടത്തിൽ നിൽക്കുന്ന ഒരാളിനെ പാർട്ടിയിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത് സംബന്ധിച്ച് ആലോചിക്കുന്നത് അയാളുടെ തുടർന്നുള്ള പ്രവർത്തനത്തെ സംബന്ധിച്ചാണ്. സ്വാഭാവികമായിട്ടും നടപടി അവസാനിച്ച ഘട്ടത്തിൽ അയാൾ മെമ്പർഷിപ്പ് പുതുക്കാൻ പറയും. അപ്പോൾ ഏരിയ സെക്രട്ടറി അവിടെ കൊടുത്തത് വലിയ അത്ഭുതകരമായ കാര്യമല്ല. കാരണം പാർട്ടി ഏരിയക്ക് എല്ലാ പാർട്ടി അംഗങ്ങളും പാർട്ടി മെമ്പർഷിപ്പ് പുതുക്കുന്നതിന് വേണ്ടി ഫോറം ഒപ്പിട്ട് കൊടുക്കും. അതെല്ലാവർക്കും ബാധകമാണ്. അത് പാർട്ടി ജില്ലാ കമ്മിറ്റി കൊടുത്ത ഫോറം ഏരിയ സെക്രട്ടറിയോട് വീട്ടിലെത്തിച്ചു കൊടുത്തു. അത് ഒപ്പിട്ട് തരണ്ടോ എന്നുള്ളത് സംബന്ധിച്ച് രാജേന്ദ്രൻ എടുക്കേണ്ട തീരുമാനമാണ്. രാജേന്ദ്രൻ പാർട്ടിയുമായി ഒന്നിച്ചു പോകുന്നുള്ള നിലപാടാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. വ്യത്യസ്തമായിട്ടല്ല ഏതെങ്കിലും നിലപാട് ഞങ്ങളുടെ മുമ്പിലില്ല. കാരണം പാർട്ടി അച്ചടക്ക നടപടിക്ക് വിധേയമായിരിക്കുന്നൊരു സഖാവ് ആ നടപടി ഘട്ടത്തിൽ നിൽക്കണം. ഇത് പറയുമ്പോൾ രാജേന്ദ്രൻ 15 വർഷക്കാലം CPM MLA ആയിരുന്നു, ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു. പാർട്ടി നൽകേണ്ട എല്ലാ പദവികളും രാജേന്ദ്രൻ നൽകിയിട്ടുണ്ട്. അതനുസരിച്ച് രാജേന്ദ്രൻ പ്രവർത്തിച്ചിട്ടുണ്ട്. പുറത്താക്കലൊഴിച്ചുള്ള എല്ലാ നടപടികളും പാർട്ടി സഖാക്കളെ തിരുത്താൻ വേണ്ടിയാണ്. ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗത്തെ പുറത്താക്കുമ്പോൾ അയാളിലുള്ള എല്ലാ കമ്മ്യൂണിസ്റ്റ് ഗുണങ്ങളും നഷ്ടപ്പെട്ടു എന്ന് പാർട്ടിക്ക് ബോധ്യം വരുന്ന സന്ദർഭത്തിലാണ് ഒരാളെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നത്. പുറത്താക്കലൊഴിച്ചുള്ള എല്ലാ നടപടികളും ആൾ തിരുത്താനാണ്. ആ തിരുത്തലിൻ്റെ ഭാഗമായി രാജ്യത്തിന് എടുത്തുള്ള നടപടി 1 വർഷം പാർട്ടി മെമ്പർഷിപ്പ് സസ്പെൻഷനാണ്. ആ മെമ്പർഷിപ്പിന് സസ്പെൻഷൻ ചെയ്തു. ഇനി അയാളെ മെമ്പർഷിപ്പ് പുതുക്കി കൊടുക്കേണ്ടത് തീരുമാനിക്കുന്ന പാർട്ടി ജില്ലാ കമ്മിറ്റിയാണ്. അതനുസരിച്ചുള്ള നിലപാട് കാര്യത്തിൽ സ്വീകരിക്കും.